എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 45 ശ്ലോകം 46, 47, 48, 49, 50, 51 6 ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. യമധർമ്മ രാജാവ് പറയണു, അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ നല്ലോണം സൽക്കരിച്ചിരുത്തി യമധർമ്മ രാജാവ് ഭഗവാനോട് ചോദിക്കണു, ഹേ മഹാവിഷ്ണു, നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ ചോദ്യത്തിനിതാ ഭഗവാൻ മറുപടി പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഗുരുപുത്രമിഹാനീതം നിജകർമ്മ നിബന്ധനം ആനയസ്വ മഹാരാജ മച്ഛാസന പുരസ്കൃത. ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തിൽ നിന്ന് അല്പവും തെറ്റാതെ ലോകത്തെ ശാസിച്ചു രക്ഷിക്കുന്ന ഹേ മഹാരാജാവേ. യമധർമ്മരാജാവിനോട് പറയാണ് ഭഗവാൻ, അങ്ങയുടെ ദൂതന്മാര് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഞങ്ങളുടെ ഗുരുപുത്രനെ ഞങ്ങൾ വിട്ടുതരണം. അവനെ ഇവിടെ കൊണ്ടുവന്നതിൽ അങ്ങക്ക് അപരാധമൊന്നുമില്ല. അവന്റെ പ്രാരബ്ധകർമ്മം അനുഭവിക്കാതെ എന്തായാലും തരല്ല. അതുകൊണ്ടാണ് അവനിവിടെ വരേണ്ടി വന്നത്. എന്നാൽ അവനെ വിട്ടുതരണത് അനുചിതമാണല്ലോ എന്നൊന്നും അങ്ങ് ശങ്കിക്കണ്ട. എന്റെ ആജ്ഞ നടത്തുവാൻ നിശ്ചയിക്കപ്പെട്ട അങ്ങ് ഞാൻ കൽപ്പിക്കുന്ന വിധം പ്രവർത്തിച്ചാൽ മാത്രം മതി. ഭഗവാൻ പറയാണ്, പ്രാരബ്ധകർമ്മം എല്ലാവരും അനുഭവിക്കണം. അതൊരു സാധാരണ വിധിയാണ്. അതുകൊണ്ട് ഞാൻ അപ്പോൾ പറയുന്ന വിശേഷ വിധിക്ക് ആ സാധാരണ വിധി ബാധകമല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ഇപ്പൊ പ്രാരബ്ധം അവസാനിപ്പിച്ച് കൊണ്ടുപോകാൻ ഭഗവാൻ അതിനുള്ള അതുണ്ടല്ലോ, ഭഗവാനല്ലേ. അപ്പൊ ഭഗവാന്റെ ഭഗവത് പ്രസാദം കൊണ്ട് ആ കുട്ടിയുടെ പ്രാരബ്ധ കർമ്മം ഇപ്പൊ അവസാനിച്ചു എന്ന്, അതാണ് എന്റെ അർത്ഥം. അത് കേട്ടപ്പോ വേഗം യമധർമ്മരാജാവ് കൈകൂപ്പിക്കൊണ്ട് വിനയത്തോടു കൂടി അതാ ഗുരുപുത്രനെ ആനയിച്ചു കൊണ്ടു കൊടുക്കണം. തഥേദിതേനോപാനീതം ഗുരുപുത്രം യദൂത്തമൗ ദത്വാ സ്വഗുരവേ ഭൂയോ വൃണീഷ്വേതി തമൂചതു. അങ്ങനെ തന്നെ ആവട്ടെ ഭഗവാനെ എന്ന് സമ്മതിച്ച് കുട്ടിയെ കൊണ്ടുവന്ന് സമയത്ത് കൊണ്ടു നിർത്തി ഭഗവാൻ ഇതാ അവനെ കൊണ്ടു ചെന്ന് ആ ഗുരുവിനെ സമർപ്പിച്ചു. പുത്രനെ സ്വീകരിച്ചാലും ഗുരു എന്ന് പറഞ്ഞിട്ട് എന്ന് അപേക്ഷിച്ചു ആ ഗുരുവിനോട്. അതാ ഗുരുവിന്റെ രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് അശ്രുക്കൾ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുക. എന്താ, അവര് ഒട്ടും വിചാരിച്ചിട്ടില്ലല്ലോ ഇനി മരിച്ചുപോയ പുത്രനെ തിരിച്ചു കിട്ടുന്ന വിചാരിക്കാൻ പറ്റും. പക്ഷെ ആ ഭഗവാന്മാര്, ഈശ്വരന്മാര് തന്നെ അവരുടെ ശിഷ്യന്മാരായിട്ട് വന്നു. എന്തൊരു അത്ഭുതം, ആശ്ചര്യം! അവർക്കാണ്ട് വിശ്വസിക്കാനേ പറ്റണില്ല. അങ്ങനെ രണ്ടുപേരും പുത്രനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിക്കണം. ഗുരുരുവാച സമ്പാദിതോ വത്സ ഭവദ്ഭ്യാം ഗുരുനിഷ്ക്രയ കോനു യുഷ്മദ്വിധ ഗുരോ കാമാനാം അവശിഷ്യതേ. ഹേ വത്സ, പറയണം, കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും ഗുരുദക്ഷിണ നന്നായിട്ട് ചെയ്തു. ഒരു മരിച്ച ആളെ കൊണ്ടുവന്ന് തരിക എന്നുള്ള കാര്യം മനുഷ്യർക്ക് സാധിക്കാത്തതല്ലേ. അതുകൊണ്ട് അമാനുഷന്മാരായ നിങ്ങളുടെ ഗുരുവായിട്ടിരിക്കാൻ ഭാഗ്യം എനിക്കുണ്ടായി. എന്തൊരു ഭാഗ്യമാണ് ഞാൻ ചെയ്തത്. ഇനി എന്താ എനിക്ക് ജീവിതത്തിൽ സാധിക്കാനുള്ളത്? ഒന്നുമില്ല, പറയണ ഗുരു. എന്റെ ആഗ്രഹമെല്ലാം സാധിച്ചു. നിങ്ങളുടെ ഗുരുവായിരിക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. മാത്രമല്ല, മരിച്ചുപോയി ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചത് ആ പുത്രനെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ഇനി ജീവിതത്തിൽ ഇനി വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയണം. ഗച്ഛതം സ്വഗൃഹം വീരോ കീർത്തിർവാമസ്തു പാവനി ഛന്ദാംസ്യയാതയാമാനി ഭവന്തിഹ പരത്രജ. ഇങ്ങനെ പറഞ്ഞ ആ ഗുരുവിന്റെ പാദത്തില് നമസ്കരിച്ചു രണ്ടുപേരും, ബലരാമനും ശ്രീകൃഷ്ണനും. എന്നിട്ട് നമസ്കരിച്ച് എഴുന്നേറ്റപ്പോ അവരോട് പറയണം, പിന്നെ ഹേ ഉത്തമന്മാരായ വീരന്മാരെ, ഈ ദാനത്തില് പ്രകാശിപ്പിച്ച ഈ ഐശ്വര്യം നിങ്ങൾക്ക് യുദ്ധത്തിലും ഉണ്ടാവട്ടെ, ജീവിതത്തിൽ മുഴുവനും ഉണ്ടാവട്ടെ. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ കേൾക്കുന്നവരെയും കീർത്തിക്കുന്നവരെയും പരിശുദ്ധന്മാരാക്കി തീർക്കുന്ന ഉത്കൃഷ്ടമായ യശസ് നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തികള് ഇത് കേൾക്കുന്നവരെയും കീർത്തിക്കുന്നവരെയും പരിശുദ്ധന്മാരാക്കി തീർക്കുന്ന ഉത്കൃഷ്ട
നഷ്ടമായ യശസ് നിങ്ങൾക്കുണ്ടാവട്ടെ. എന്തൊക്കെ പറഞ്ഞിട്ടാ അനുഗ്രഹിക്കേണ്ടതെന്ന് അറിയില്ല അവർക്ക്. നിങ്ങൾ പഠിച്ച വേദങ്ങള് ഇഹത്തിലും പരത്തിലും നിങ്ങൾ മറക്കാതിരിക്കട്ടെ. നിങ്ങളിപ്പോ അങ്ങനെ നിങ്ങൾ ഭവനത്തിലേക്ക് പോയിക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് നന്നായി വരും പറഞ്ഞിട്ട് അങ്ങനെ കണ്ടെന്നും അശ്രുധാരകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിച്ചു ആ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്ത. ഇതൊക്കെ അനുസ്മരിക്കുമ്പോഴാണല്ലോ പറയണത് ഭഗവാൻ അല്ലെ. ആ സന്ദീപനിയുടെ മഹർഷിയുടെ ആശ്രമത്തില് ഭഗവാനും സുദാമാവും കൂടെ ഉണ്ടല്ലോ. എല്ലാവരും കാണുമ്പോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതിങ്ങനെ അനുഗ്രഹിക്കുന്നത്. അപ്പോഴത് ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് ഓർക്കുമ്പോഴാണല്ലോ ഭഗവാൻ അത് പറയണത് അല്ലെ സുദാമാവിനോട്. ഗുരുണൈവ മനുജ്ഞാതോ രഥേനാനിലരം ഹസ ആയാദോ സ്വപുരം താത പർജന്യനിനതേന വൈ. ശൈശുക ബ്രഹ്മർഷിക്ക് ഇതൊക്കെ അങ്ങോട്ട് ആലോചിക്കുമ്പോ പരീക്ഷിത് മഹാരാജാവിനോട് വളരെ വാത്സല്യം അങ്ങോട്ട് വർദ്ധിക്കണം. എന്നിട്ട് പറയണു താതാ ഹേ വത്സ പറയണ്. ഇങ്ങനെ ഗുരുനാഥൻ അവരെ രണ്ടുപേരെ ആശീർവദിച്ചു. ഗൃഹത്തിലേക്ക് പോവാൻ സമ്മതം കൊടുത്തപ്പോ എന്താ അവര് വായുവിനെ പോലെ ഗതിവേഗവും മേഘഗർജനം പോലെ മുഴക്കവുമുള്ള ആ തേരിലിരുന്ന് രാമകൃഷ്ണന്മാർ സ്വന്തം ഭവനത്തിലേക്ക് പോയി. അതായത് ആ രഥത്തിന്റെ ഘോഷം കേട്ടപ്പോ രാമകൃഷ്ണന്മാരുടെ തേരാണ് എന്ന് മനസ്സിലായി. വേറൊരു തേരിന്ന് ഇതുപോലെയുള്ള ശബ്ദം കേൾക്കില്ല. അതറിഞ്ഞിട്ടുള്ള ആ പുരവാസികള് വീടുകളുടെ മുൻഭാഗത്തേക്ക് അങ്ങോട്ട് ഓടി വരികയാണ്. അപ്പോഴേക്കും അത് കാണാൻ പറ്റാണ്ടാവും. അത്ര വേഗാണേ. അതാണ് വേഗമുള്ള തേരാണെന്ന് പറഞ്ഞത്. മുൻകൂട്ടി അത് മുൻപിൽ തന്നെ നിൽക്കുന്നവർക്ക് ചിലർക്ക് മിന്നൽ പോലെ ഒരു നോട്ടം കിട്ടും. അപ്പൊ കാണാത്തവർക്ക് വ്യസനം ഉണ്ടാവും അല്ലെ. കണ്ടവര് സന്തോഷിക്കും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വായുവേഗവും മേഘനാദവും രഥത്തിനുണ്ട്. ഇത്രയും വിശേഷപ്പെട്ട രഥാണ്, തേരാണ് ഭഗവാന്റെ. സമനന്ദൻ പ്രജാ സർവ ദൃഷ്ട്വാ രാമജനാർദ്ദനൗ അപശ്യന്തോ ബഹ്വഹാനി നഷ്ടലബ്ധധനായിവ. കുറെ കാലമായിട്ട് അവര് കാണാൻ പറ്റിട്ടില്ലല്ലോ. വളരെ നാളായിട്ട് അവര് ഗുരുകുലത്തിൽ വസിക്കല്ലേ. അപ്പൊ ജനങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ രാമകൃഷ്ണന്മാരെ. അവരെ കാണാൻ വൈകി. കാണാൻ പറ്റാത്തതിലിങ്ങനെ വ്യസനിച്ചിരിക്കുന്ന ആ ദ്വാരകാവാസികളെല്ലാവരും രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ കാണാതിരുന്ന ധനം കണ്ടു കിട്ടിയാൽ എന്ന പോലെ സന്തോഷിച്ചു. വളരെ ധനം നഷ്ടപ്പെട്ടു, ഇനി അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ധനം മുഴുവനും, കാണാതെ പോയ ധനം മുഴുവനും അങ്ങോട്ട് കിട്ടുമ്പോ എത്ര സന്തോഷം ഉണ്ടാവും. അതുപോലെ സന്തോഷിച്ചു എന്നാ പറയണം. നഷ്ടലബ്ധധന ഇവ. അപ്പൊ എന്താ, എല്ലാ ജനങ്ങളും അവരുടെ ജീവധനമായിട്ടാണ് രാമകൃഷ്ണന്മാര് കരുതിയിരിക്കണതെന്ന്. അതാണ് അതിന്റെ അർത്ഥം. അവരുടെ ജീവൻ തന്നെ ആ രാമകൃഷ്ണന്മാര്. അവരെങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പിന്നെ അവർക്ക് വേറൊന്നും വേണ്ട. പക്ഷെ ഇത്രയും നാള് കാണാതിരുന്നതിന്റെ ദുഃഖം അങ്ങോട്ട് ദുഃഖിച്ചിരിക്കുമ്പോ പെട്ടെന്ന് തേരിൽ അവര് വന്ന് അങ്ങോട്ട് ഇറങ്ങണു. എല്ലാവരും വളരെ സന്തുഷ്ടരായി, ദ്വാരകാപുരവാസികളെല്ലാവരും. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗുരുപുത്രാനയനം നാമ പഞ്ചചത്വാരിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 45-ാമത്തെ അധ്യായം ആ രാമകൃഷ്ണന്മാരുടെ ശ്രീചരണങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.